നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പ്രഭാതമാകട്ടെ എന്ന് എല്ലാ പ്രേക്ഷകരോടും ആശംസിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 19 തീയതിയാണ്, ഞായറാഴ്ച, മേടം 6. ധാരാളം വാർത്തകൾ സംഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം അനിശ്ചിതത്വത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ നീളും. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുടെ ചട്ടക്കൂട് അന്തിമമാക്കിയതിനു ശേഷം മാത്രമേ ചർച്ചയുള്ളൂവെന്ന് ഇറാൻ വെനസ്വേല അല്ല എന്നും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക മുന്നോട്ട് വച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചിട്ടുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കൻ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. മധു, ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ സമാധാനം അകലുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇറാൻ തള്ളുന്നതാണ് നമ്മൾ കണ്ടത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തെങ്കിലും ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അത് അടയ്ക്കുന്നു. വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളുന്നു. എന്താണ് സംഭവിക്കുന്നത്? മാത്രമല്ല, ഇറാന്റെ ഈ നിലപാടിൽ എന്താണ് അമേരിക്കയിൽ നിന്നുള്ള മറുപടി? ഇങ്ങനെയാണ് വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് അമൽ. പ്രവിധ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം അടുക്കും ഒരു ദിവസം അകലും എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ടെഹ്റാൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. അദ്ദേഹം വഴിയാണ് അമേരിക്ക ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇറാന് നൽകിയിരിക്കുന്നത്. ഇത് ലഭിച്ചുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്ക അവരുടെ അമിതമായ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അവസാനിക്കുന്നതുവരെ ഹോർമോസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണം തുടരുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കാനും അതുപോലെ ട്രാൻസിറ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുവാനും കപ്പൽ നികുതി ഈടാക്കുവാനും ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇന്ധന ടാങ്കറുകളിൽ നിന്ന് ബാരലിന് $1 വരെ ടോൾ ഈടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്ക നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഇറാൻ പറയുന്നത്. ഈ ഉപരോധം നീക്കാതെ കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നുള്ളൊരു വാശിയിലാണ് ഇറാൻ ഇപ്പോൾ. ഇത് മാത്രമല്ല, ഈ കപ്പലുകൾ ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്നും അല്ലാത്ത പക്ഷം അവ സൈനികമായി ഉള്ള ഒരു നീക്കമായിട്ട് കണക്കാക്കി അവയെ നേരിടുമെന്ന് ഇറാന്റെ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം അതുപോലെ വീണ്ടും തുടങ്ങിയാൽ മെയ് മാസത്തിൽ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുന്ന അത്യാധുനിക മിസൈലുകൾ ഒരുപക്ഷെ ഉപയോഗിക്കുമെന്ന് അവരുടെ മുതിർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ മുഹമ്മദ് നഖീബ് ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും ഇതുവരെ പുറത്തെടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ ലോകത്തെ എണ്ണ ഉൽപാദനം തടയുവാൻ തങ്ങൾക്ക് വേണ്ടി വന്നാൽ സാധിക്കുമെന്നാൽ അത് ലോകത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാനാണ് ഈ എണ്ണ ഉൽപാദനം അവർ തുടരുന്നതും ക്ഷമയോടെ കാത്തിരിക്കുന്നതെന്നും പറയുന്നു. അടുത്ത ആഴ്ചയിൽ സമാധാന ചർച്ചകളുടെ ഒരു രണ്ടാം ഘട്ടം നടക്കുമെന്ന് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചില സോഴ്സുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ചർച്ചകൾ നല്ല രീതിയിലാണ് നടക്കുന്നത്, പക്ഷേ ബ്ലാക്ക് മെയിലിംഗ് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുടെ ഒരു ഫൈനൽ രൂപമായതിനു ശേഷം മാത്രമേ ഇനി ചർച്ചയുള്ളെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി സയ്യിദ് ഖത്തീബ്സയും പറഞ്ഞു. അമേരിക്കയുമായി പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നത തുടരുന്നതായി സ്പീക്കർ മുഹമ്മദ് ബഗേർ ഗാലിബാഫും പറയുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാൻ വെനിൻസുല അല്ല എന്ന് ട്രംപ് മനസ്സിലാക്കിക്കോണം. ഇറാന്റെ കാര്യത്തിൽ ലക്ഷ്യങ്ങൾ ഇതുവരെയും അദ്ദേഹത്തിന് നേടാനായിട്ടില്ലെന്നും സ്പീക്കർ പറയുന്നു. പ്രവിധ, അമൽ. ശരി, മധു കൊട്ടാരക്കരാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ദിവസം ട്രംപ് പറയുന്നു എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്, അമേരിക്കയുടെ എല്ലാ നിർദ്ദേശങ്ങളും ഇറാൻ അംഗീകരിച്ചു എന്ന്. പക്ഷേ അതിന് നേരെ വിപരീതമാണ് ഇറാൻ പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് ഒരു സുപ്രഭാതത്തിൽ തുറക്കുന്നു, വീണ്ടും അത് അടയ്ക്കുന്നു. അതിൽ ഇറാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ട്രംപ് ഇങ്ങനെ ആവർത്തിച്ച് നുണ പറയുകയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇറാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇനി ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കാം. കടലിടുക്കിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാരുടെ ജാഗ്രത കടുപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഷിപ്പിംഗ് ഇന്ന് വ്യക്തമാക്കിയേക്കും. ഹോർമുസിൽ ഇന്ത്യക്ക് പാതയൊരുക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം ഇറാന് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കാനും സാധ്യതയുണ്ട്. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, എങ്ങനെയായിരിക്കും ഇന്ത്യ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുക?
ഗുഡ് മോർണിംഗ് അമൽ പ്രവിത. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായായിരുന്നു ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഒരുപക്ഷെ നയതന്ത്ര ബന്ധത്തിൽ പോലും ഉലച്ചിലുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ഹോർമൂസ് കടലിടുക്കിലെ നിരീക്ഷണം ശക്തമാക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കൂടി ഇന്ത്യ കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് യാത്ര സുഗമമാക്കുന്നതിന് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി സേവിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനി അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്ക് കൂടി കടക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. പക്ഷേ ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതെന്തായാലും ഇന്ന് DG ഷിപ്പിംഗ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. ഈ ആക്രമണം എങ്ങനെ ഉണ്ടായി, അതിന്റെ മറ്റ് നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇന്ന് DG ഷിപ്പിംഗ് വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായാലും നിലവിൽ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. സുഗമമായ പാത ഇന്ത്യൻ കപ്പലുകൾക്ക് ഒരുക്കണമെന്നൊരു അഭ്യർത്ഥനയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇറാനോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങൾ അത് നാവികസേനയുമായി കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യത്തിലെ തുടർ നടപടികൾ സ്വീകരിച്ചു വരിക. നേരത്തെ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഹോർമുസ് ഇറാൻ അടച്ചിട്ടപ്പോൾ കൂടി അതിലെ കപ്പലുകൾക്ക് കടന്നു പോകുന്നതിന് തടസ്സമില്ലായിരുന്നു എന്നാണ് ഇറാൻ അറിയിച്ചിരുന്നത്. നിലവിൽ ഇപ്പോൾ ഹോർമുസ് വീണ്ടും അടച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകളുടെ അതുവഴിയുള്ള ഒരു സഞ്ചാരം ഏതു വിധത്തിലായിരിക്കും? അമല, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധസമയത്ത് പോലും ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലെടുക്ക് വഴി രാജ്യത്തേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിരുന്നു. നമുക്കറിയാം നിരവധി LPG ടാങ്കറുകൾ അങ്ങനെ മടങ്ങി എത്തിയവയാണ്. അന്ന് തന്നെ ഇത്തരത്തിൽ നാവികസേനയുടെ അകമ്പടി സേവിച്ച് കപ്പലുകളെ കൊണ്ടുവരാൻ സുരക്ഷിതമായി പാതയൊരുക്കുവാനും ഉള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തിയതാണ്. പക്ഷേ ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കിയതായി ഇറാൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ഡൽഹിയിലെ ഇന്ത്യയിലെ പ്രതിനിധി പറഞ്ഞിരുന്നത് ടോള് പോലും ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ഈടാക്കിയിട്ടില്ല. അത്തരം വാർത്തകൾ വരെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്ത ബന്ധമാണ് ഇന്ത്യയുമായി പുലർത്തുന്നു എന്നുള്ള കാര്യം ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നയതന്ത്ര ബന്ധത്തിലടക്കം ചില പ്രശ്നങ്ങൾ വിള്ളലുകൾ വീഴ്ത്താൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്തായാലും നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ് ഇറാനെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലുകൾക്ക് പാതയൊരുക്കുക എന്നൊരു ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ നാവികസേനയുമായി കൂടിയാലോചിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ, അതായത് ഈ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റനുബന്ധ കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യ തന്നെ പരിശോധിച്ചു വരികയാണ്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ ഓരോ ദിവസവും. സംസ്ഥാനത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. വേനൽമഴയാകട്ടെ ഇത്തവണ അധികം കനിഞ്ഞിട്ടുമില്ല. അമൽ, കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ വേനൽമഴ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചൂട് അത്ര അറിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 12% വേനൽമഴയ്ക്ക് കുറവുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഇപ്പോൾ കൊച്ചിയിൽ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് ഒരു റിയൽ ഫീൽ തോന്നുന്ന രീതിയിലാണ് കാലാവസ്ഥ. സമയം ഇപ്പോൾ 6:15 ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തെ ഒരു അവസ്ഥ അത് പറയേണ്ടതില്ല. എന്താണ് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള സാഹചര്യം? വേനൽമഴ ഇത്തവണയെങ്കിലും കനിയുമോ? ഗുഡ് മോർണിംഗ്. വേനൽമഴ കനിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. രാവിലെ തന്നെ പുലർക്കാല താപനില മാത്രം 27 മുതൽ 30 ഡിഗ്രി വരെയാണ്. അത് സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ താപനിലയാണ് പുലർച്ചെയുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പിന്നീട് ഉച്ചയോടൊക്കെ എത്തുമ്പോൾ അത് 36, 38, 40 വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൂട് കൂടിയൊരു പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. 116 ദശലക്ഷം യൂണിറ്റാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. 10 മുതൽ 15 മിനിറ്റ് വരെ ഫീഡർ ഓഫ് ചെയ്ത് വൈദ്യുതി നിയന്ത്രിച്ചാലോ എന്നുള്ളൊരു ആദ്യഘട്ട ആലോചന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 14 ജില്ലകളുള്ളതിൽ 12 എണ്ണത്തിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒരാശ്വാസം എന്ന രീതിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വന്നിരുന്ന പ്രതികരണം 22 മുതൽ
വേനൽമഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമമൊക്കെ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വേനൽമഴ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. പ്രത്യേകിച്ച് ഈ നഗരമേഖലകളിലൊക്കെ അത്തരം പ്രതിസന്ധികളുണ്ട്. എറണാകുളത്ത് തന്നെ ഇപ്പോൾ പറവൂര്, മൂവാറ്റുപുഴ, ആലുവ മേഖലകളിലൊക്കെ കുടിവെള്ളക്ഷാമം കഴിഞ്ഞ 3 ദിവസമായി ഉണ്ട്. അപ്പോൾ അതെല്ലാം വേനൽമഴ ഉണ്ടായില്ലെങ്കിൽ അതെല്ലാം തുടരും എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ താൽക്കാലിക പരിഹാര മാർഗങ്ങൾ ഒരുക്കുന്നതിന് പോലും നിലവിൽ പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞത് പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ടാങ്കറിലൊക്കെ എത്തിക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട്. ചൂട് കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ്. ഒരു വേനൽമഴ മാത്രമാണ് ഇതിന് ആകെയുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ കണക്കാക്കുന്നത്. 22 മുതൽ വേനൽമഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ വിഷ്ണു സൂചിപ്പിച്ചത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. സംസ്ഥാനത്ത് കനത്ത ചൂടിൽ സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ചിരിക്കുകയാണ് വൈദ്യുതി ഉപഭോഗം. 116.11 ദശലക്ഷം യൂണിറ്റാണ് വെള്ളിയാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം കഴിഞ്ഞ ദിവസം 6013 മെഗാവാട്ടിലെത്തി. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ നിലയിൽ ചൂട് കനക്കുമ്പോൾ വൈദ്യുതി ഉപയോഗവും ആ നിലയിൽ കൂടുതൽ റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. നിലവിൽ KSEBിയുടെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? അമൽ, പ്രവിധ, ഗുഡ് മോർണിംഗ്. എന്തായാലും സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. നമുക്കറിയാം വിവിധ ജില്ലകളിൽ ഏകദേശം 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ചൂട് കനത്തതോടുകൂടി വൈദ്യുതി ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഗ്യാസിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും വീടുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഇതെല്ലാം തന്നെ വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. 116.1 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണക്ക്. വൈദ്യുതി വകുപ്പ് നൽകുന്ന കണക്ക്. അതിൽ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം 6013 മെഗാവാട്ടിലെത്തി എന്നുള്ള ഒരു അറിയിപ്പും ലഭിക്കുന്നുണ്ട്. ഈ വൈകുന്നേരത്തെ വൈദ്യുതി ഉപയോഗം 6300 മെഗാവാട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഈ 6300 മെഗാവാട്ട് വരെ മാത്രമാണ് KSEBിക്ക് ഒരു സംഭരണ ശേഷിയുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഒരു ലോഡ് ഷെഡിങ്ങിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ 6300ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വൈദ്യുതി വകുപ്പിന് പോകേണ്ടി വരും. 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വൈദ്യുതി അമിതമായി ഈടാക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമറുകളൊക്കെ തന്നെ കത്തിനശിക്കുന്ന ഒരു സാഹചര്യം പ്രാദേശിക മേഖലകളിൽ അടക്കം ഉണ്ട്. അതിൽ താങ്ങാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ അതിവേഗം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലും നടത്തുന്നുണ്ട്. എന്തായാലും വൈദ്യുതി വകുപ്പ് നിലവിൽ നിയന്ത്രണങ്ങളൊന്നും അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളൊന്നും ഉൾപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വടക്കൻ കേരളത്തിലാണ് അമിതമായിട്ടുള്ള വൈദ്യുതി ഉപയോഗം ഉള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരും എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പിൽ നിന്ന് അറിയിക്കുന്നത്. പക്ഷേ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ വൈകുന്നേരത്തെ വൈദ്യുതി ഉപയോഗം 6300 മെഗാവാട്ടിൽ എത്തിയെങ്കിൽ മാത്രമേ, അതിന് തുച്ഛമായ ഇത് മെഗാവാട്ട് മാത്രമേ ഉള്ളൂ. 6013 വരെ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് 6300ലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, വൈദ്യുതി ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ AC ഒന്നും ഉപയോഗിക്കാതിരിക്കണം എന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. വൈദ്യുതി മന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ നിലയിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചാൽ അത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് റിനു ഇപ്പോൾ പറയുന്നത് പ്രകാരം കാര്യങ്ങളല്ലേ? അതെ. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. വനിതാ സംവരണ നിയമ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടതിനെ ചൊല്ലി രാഷ്ട്രീയ പോരുമുറുകുകയാണ്. കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം വനിതാ സംവരണത്തെ അട്ടിമറിച്ചുവെന്ന പ്രചാരണം ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. ഇതിന്റെ ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. രാജ്യവ്യാപകമായി വനിതകളെ അണിനിരത്തി BJP പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. അതേസമയം ഓരോ സംസ്ഥാനങ്ങളിലും പ്രചാരണങ്ങൾ നടത്തി BJP ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഇതിപ്പോൾ സഭയിൽ ബില്ല് പാസ്സായില്ലെങ്കിലും സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷത്തിനെതിരായി, അവർ വനിതകൾക്കെതിരാണ് എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചാരണം നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ BJPയുടെ നീക്കം. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ അഭിസംബോധന തന്നെ അതിന്റെ ഒരു ആദ്യ ചുവടുവെപ്പായിരുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. പ്രത്യേകിച്ച് 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കെ എങ്ങനെയായിരിക്കും ഈ ഭരണ പ്രതിപക്ഷം ഇക്കാര്യത്തെ നേരിടാൻ പ്രതിരോധിക്കാനൊക്കെ ഒരുങ്ങുന്നത്?
അമൽ പ്രവിധ, എന്തായാലും ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ആദ്യമായാണ് പാർലമെന്റിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെടുന്നത്. അതിന്റെ ഒരു ക്ഷീണം BJPക്ക് നല്ല രീതിയിൽ തന്നെ ഏറ്റിട്ടുണ്ട്. പക്ഷേ അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ BJP ആരംഭിക്കുകയും ചെയ്തു. കാരണം അന്ന് ഈ ബില്ല് പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ NDA അടിയന്തരമായി യോഗം ചേരുകയും ഇന്ത്യ സഖ്യത്തിനെതിരെ ഈ വിഷയത്തിൽ പ്രചരണം ശക്തമാക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ്, ആ ബില്ല് പരാജയപ്പെട്ടതിനു ശേഷം ഉടൻ തന്നെ NDA എംപിമാർ, വനിതാ എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കോൺഗ്രസിനെതിരെയായിരുന്നു ആ പ്രതിഷേധം. നിലവിൽ ഇപ്പോൾ അതായത് രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയാണ് ഇന്ത്യ മുന്നണി, അതിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള പ്രചാരണം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചത്. അതിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി വിമർശനങ്ങൾ, സ്ത്രീകൾക്കെതിരാണ് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ, നിലപാടുകൾ എന്ന് ആവർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. എന്തായാലും അത്തരം രീതിയിൽ പ്രചരണത്തെ ശക്തമാക്കിക്കൊണ്ട് BJPക്ക് മുൻപിലുള്ളത് തമിഴ്നാട്, ബംഗാൾ തെരഞ്ഞെടുപ്പുകളുണ്ട്. അവിടെ ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാൻ കഴിയുന്ന ഒന്ന് ബംഗാൾ തെരഞ്ഞെടുപ്പായിരിക്കും. പക്ഷേ അവിടേക്ക് ഇതിനെ കൊണ്ട് ഇത്തരം പ്രചരണത്തെ എത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നൊരു കണക്കുകൂട്ടലുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ, ഇന്ത്യ മുന്നണി ആകട്ടെ, ഇതിനെ കൃത്യമായ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് അവർ വനിതാ സംവരണത്തെ അല്ല എതിർത്തത്, ഈ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയം എന്ന് പറയുന്ന BJPക്ക് ഉത്തരേന്ത്യയിൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, അവർക്ക് വേണ്ടി ഇത്തരത്തിൽ മണ്ഡലങ്ങളെ പുനർനിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തെയാണ് എതിർത്തത് എന്ന രീതിയിലുള്ള പ്രചരണം ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണിയും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ബില്ല് പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ നേതാക്കളും, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളും ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തി ഇക്കാര്യം വിശദീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് കൃത്യമായ മറുപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ BJP ഇക്കാര്യത്തിൽ ഏറ്റവും അടിത്തട്ടിൽ തന്നെ പ്രചരണം ശക്തമാക്കാനുള്ള തീരുമാനങ്ങളിലേക്കും കടന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം കൃത്യമായ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകി രാജ്യത്തെ ജനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള തീരുമാനമാണ്. എന്തായാലും ഇനി ഈ വിഷയം ഒരു രാഷ്ട്രീയപരമായി ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോര് കരക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. അമൽ പ്രവിധ. ശരി അച്യുതൻ, എന്തായാലും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസ്സായില്ലെങ്കിലും പാർലമെന്റിന് പുറത്തേക്ക് ബില്ലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും ചൂടോടുകൂടി തുടരുകയാണ്. നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ KPCC വിലക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് സുധാകരൻ MP KC വേണുഗോപാലിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമായി. ചടുലമായ പ്രവർത്തനം അനിവാര്യമായതിനാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് AICC അധ്യക്ഷനോട് സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിനു ശ്രീധരാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഇതിൽ പ്രധാനമായും മുതിർന്ന നേതാക്കളുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട, അത് അനാവശ്യമാണ് എന്നതുൾപ്പെടെ AICC നിലപാട് സ്വീകരിച്ചതാണ്. അപ്പോഴാണ് സുധാകരൻ വീണ്ടും ഈ ചർച്ച സജീവമായിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഈ ഒരു ചർച്ച അതിങ്ങനെ സജീവമാക്കുന്നതിന്റെ ഒരു അർത്ഥം അതെങ്ങനെയാണ്? എന്താണ് വിവരങ്ങൾ? പ്രവിധ, അമൽ, എന്തായാലും സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടികളെല്ലാം തന്നെ സ്ട്രോങ് റൂമിലുണ്ട്. പക്ഷേ അതിലൊരു വിധി നിർണ്ണയിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നും ഹൈക്കമാൻഡിന് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതിൽ സംശയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹൈക്കമാൻഡിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചൊല്ലിയുള്ള തർക്കം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇത്തവണയും അതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കമാൻഡ് കർശനമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു. പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം വേണ്ട, ചർച്ച വേണ്ട എന്നുള്ളത്, അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ ആ വിലക്കെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് സുധാകരൻ ഇന്നലെയും മാധ്യമങ്ങളോട് സംസാരിച്ചത്. KC വേണുഗോപാലിന് വേണ്ടി. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ എന്താ കുഴപ്പമെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചർച്ചകൾ വരട്ടെ, ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാലല്ലേ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ VD സതീശൻ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ സുധാകരന്റെ പക്ഷം അല്ലെങ്കിൽ സുധാകരൻ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം KC വേണുഗോപാലിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത്. കാരണം ഈ സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിത്വം ലഭിച്ചതുമില്ല. അതിൻ്റെ ഒരു വൈരാഗ്യമാണോ വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ളൊരു ചർച്ചകളിലേക്ക് അദ്ദേഹം മുൻകൈ എടുക്കുന്നത്? കാരണം ഹൈക്കമാൻഡ് പോലും ഇത് വേണ്ട എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ചർച്ചയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ കെ മുരളീധരൻ അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത്തരം ഒരു ചർച്ച അനാവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മതി എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി 2 പേർ പങ്കിടട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന വാദം. എന്തായാലും മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം, അധികാരത്തിലെത്തിയാൽ ആര് എന്നുള്ളതിൽ അന്തിമമായിട്ടുള്ള ഒരു എത്താൻ കോൺഗ്രസിനായിട്ടില്ല. അതാകുമോ എന്നുള്ളതിലാണ് ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവരെന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടൊക്കെ പെട്ടിയിലായിട്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന് കോൺഗ്രസ് വിജയിക്കുമോ, UDF അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഇനി മെയ് 4-ാം തീയതി ആകുള്ളൂ. അമൽ, അതിനിടെയാണ് ചർച്ചകൾ തുടങ്ങി. അതെ, വലിയ രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ഉടലെടുത്ത് കഴിഞ്ഞു. കെ സുധാകരൻ ഇപ്പോൾ KC വേണു, അതും അതിലെ ഏറ്റവും വലിയ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാലൻ മത്സരിച്ചിട്ട് പോലും ഇല്ല. മത്സരിച്ച് മുഖ്യമന്ത്രി ആകാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് നേതാക്കൾ കേരളത്തിലുണ്ട്. പക്ഷെ അപ്പോഴാണ് കെ സുധാകരൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ ആ വിജയിക്കുന്നതിന് പിന്നിൽ വലിയ ചുക്കാൻ പിടിക്കുന്ന പോയത് KCയുടെ പ്രവർത്തനങ്ങളാണെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കണ്ടറിയാം മെയ് 4-ാം തീയതിക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. വാൽപ്പാറ അപകടത്തിൽ പരുക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. മരിച്ച സാജിദയുടെ മകൻ ഷഹദി, വാൻ ഡ്രൈവർ മുഹമ്മദ് ഫൈസ്, പാങ് ഗവൺമെന്റ് LP സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. വർഷ ഗിരീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. വർഷ, നിലവിൽ ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എല്ലാവരും ഈ അപകടനില തരണം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, തീർച്ചയായും അമൽ, പ്രവിധ, ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും, അതായത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഈ ഒരു അപകടം സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ കോയമ്പത്തൂർ ആശുപത്രിയിൽ കഴിയുന്നത് മരിച്ച സാജിദയുടെ മകൻ ഷഹദിൻ, 10 വയസ്സുകാരനാണ്. അതേപോലെ വാൻ ഡ്രൈവറായിട്ടുള്ള പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഫായിസ്, പാങ് LP സ്കൂളിലെ ഡ്രൈവറായിട്ടുള്ള നൌഷാദ് എന്നിവരാണ് നിലവിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 2 പേർക്ക് നട്ടലിനും ഒരാൾക്ക് തലയ്ക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഷഹദിനാണ് തലയ്ക്ക് പരിക്കേറ്റത്, മറ്റു 2 പേർക്കും നട്ടലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ കൂടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതായത് മരിച്ച ഷക്കീലയുടെ, അധ്യാപിക ഷക്കീലയുടെ മകളായിട്ടുള്ള മസ്നീനിന്റെ ആരോഗ്യനിലയിലാണ് പുരോഗതി ഉള്ളത്. അതൊരു പക്ഷേ തൊട്ട് മുമ്പ് ദിവസങ്ങളിലും ആ വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം കുട്ടിയെ ആ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ആ നിമിഷങ്ങളിൽ തന്നെ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോഴും തന്റെ ഉമ്മ മരിച്ച വിവരം കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വേദന നൽകുന്ന കാര്യം. പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോഴും ചികിത്സയിലുള്ളത്. അമൽ, പ്രവിത. ശരി, വർഷയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ദക്ഷിണ കൊറിയൻ രാഷ്ട്രപതി ലീ ജെ മ്യൂങ്ങിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. പ്രധാന മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീ ജെയുടെ ഇന്ത്യ സന്ദർശനം. സെമി കണ്ടക്ടർ, AI വ്യാപാരം, നിക്ഷേപം, കപ്പൽ നിർമ്മാണം എന്നിവയിലെ സഹകരണത്തിൽ ഊന്നിയായിരിക്കും ചർച്ചകൾ നടക്കുക. പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളുടെ ഭാഗമാകും. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ദക്ഷിണ കൊറിയൻ രാഷ്ട്രപതി ഇന്ത്യയിലേക്ക് എത്തുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി? അമൽ, സ്വാഭാവികമായും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അത് കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണ കൊറിയൻ രാഷ്ട്രപതി ലീ ജെ മ്യൂങ്ങിന്റെ ഇന്ത്യൻ സന്ദർശനം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ദക്ഷിണ കൊറിയൻ രാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ, AI വ്യാപാരം, നിക്ഷേപം, കപ്പൽ നിർമ്മാണം
എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് അതിൽ കൂടുതൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ദക്ഷിണ കൊറിയൻ രാഷ്ട്രപതി ലീ ജെ-മ്യൂങ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ മാസം 21 വരെ ദക്ഷിണ കൊറിയൻ രാഷ്ട്രപതി ഇന്ത്യയിൽ തുടരുകയാണ്. എന്തായാലും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ചകളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക. ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉള്ള വിഷയങ്ങൾ ചർച്ചയാവുമ്പോഴും നമുക്കറിയാം ആഗോള പ്രശ്നങ്ങൾ നിരവധി തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒടുവിലെത്തിയത് നമ്മൾ ഇറാൻ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങൾ ഇതിന്റെ പശ്ചാത്തലമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായും ഈ ആഗോള വിഷയങ്ങളും ഈ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം ചർച്ചകൾ ഭാഗമാകാറുണ്ട്. എന്തായാലും അത്തരം ചർച്ചകളും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസിൽ അറസ്റ്റിലായ ലഹരി വിതരണക്കാരൻ കെവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ ഒരു വർഷം മാത്രം കെവിൻ നടത്തിയത് 22 ലക്ഷം രൂപയുടെ ഡീലുകൾ. നൈറ്റ് പാർട്ടികളിലെ പ്രധാന ഡ്രഗ് ഡീലർ എന്നും കണ്ടെത്തലുണ്ട്. വിഷ്ണു സുരേഷ് ചേരും കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഈ കെവിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അമല്, കഴിഞ്ഞ മാസമാണ് എറണാകുളത്തെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്ന് അഭിഭാഷകർ, ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജർ തുടങ്ങിയ ഒരു വലിയ സംഘം ലഹരിയുമായി പിടിയിലാകുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്ന് ആ ഡ്രഗ് പാർട്ടിയിലേക്ക് ഡ്രഗ് എത്തിച്ചു നൽകിയത് കെവിനാണ് എന്ന കണ്ടെത്തൽ പോലീസിനുണ്ടാകുന്നത്. പിന്നാലെ കെവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും 2 ദിവസം മുമ്പ് തൃക്കാക്കരയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് കെവിനെ പിടികൂടിയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് 194 ഗ്രാം MDMA-യും 90 ഗ്രാം എക്സ്റ്റസി പില്ലുകളും പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലർമാരിൽ ഒരാളാണ് എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത്. പ്രത്യേകിച്ച് നൈറ്റ് പാർട്ടികളിലേക്ക് ഡ്രഗ് എത്തിക്കുന്ന പ്രധാനിയാണിത് ഇയാൾ. അതോടൊപ്പം ഈ വെസൽ പാർട്ടികളിലും ഇയാൾ സമാനമായി ഡ്രഗുകൾ എത്തിക്കാറുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളുടെ ഫോൺ പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം 20 മുതൽ 22 ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ഡ്രഗുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കെവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതുവഴി കൂടുതൽ കണ്ണികളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. കൊച്ചി ഡാൻസ് ഓഫ് ആണ് കെവിനെ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നിന്ന് പിടികൂടിയത്. അമൽ, പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടുകളിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് ആശങ്കയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് 24നോട്. ഇതുമായി ബന്ധപ്പെട്ട് ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് കാര്യമില്ല. വിള്ളലുള്ള ഭാഗത്ത് മായ്ച്ച ശേഷം ഇവിടെ ഒരു വിള്ളലുമില്ലെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പണി കഴിഞ്ഞുവെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ഘാടനം നടത്തിയതെന്നും OJ ജനീഷ് വിമർശിച്ചു. സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ വീണ നൌഫലിന്റെ വീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അല്പസമയം മുമ്പാണ് സന്ദർശിച്ചത്. ഈ ടൗൺഷിപ്പിലെ ആ വീട് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്ക് മനസ്സിലാകാതെ പോയത് കെ രാജൻ എന്ത് പറ്റിയെന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് ഡെസ്കിൽ കയറി നിന്ന് ഒരു കടലാസ് എടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാന്ന് തോന്നുന്നു, എടുത്തിട്ട് പിന്നെ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണടയുടെ ഗ്ലാസിന്റെ പവർ ഒന്ന് മാറ്റണം. വിള്ളൽ അതിന്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്, ആ വിള്ളൽ മാർക്ക് ചെയ്തതാണ്. സർക്കാരിന് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്ന് ഇലക്ഷന് മുമ്പ് പറയണമായിരുന്നു. ആ പണിയാണ് നടത്തി. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും വയനാട്ടിലെത്തുന്ന കോൺഗ്രസ് നേതാക്കളും ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത് കോൺഗ്രസ് ഭൂമിയിൽ ഇപ്പോൾ നിലവിൽ നിർമ്മാണം എവിടെ വരെയായി, എപ്പോഴാണ് അതൊരു വാസയോഗ്യമായ വീടുകൾ ഒരുങ്ങുന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഭവനത്തിന് ഭൂമി കണ്ടെത്താൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. ഒടുവിലാണ് ഒരു ഭൂമി പിന്നെ കുറച്ചും കൂടി പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഭൂമി കണ്ടെത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചു. മോഡൽ ഹൗസിനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ നിന്ന് എടുത്തതാണ്. എടുത്ത പെർമിഷൻ പോലും ഇല്ല എന്നൊന്ന് പഞ്ചായത്ത് സെക്രട്ടറി പച്ചക്കള്ളം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം പച്ചക്കള്ളം പറഞ്ഞു. സഫീഷ്യൻ്റായ പണം കയ്യിൽ വെച്ചിട്ടും ഗവൺമെന്റ് വരുത്തിയ ഡിലേ ഒന്നും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ദുരന്തബാധിതർക്ക് ഭവനം കൊടുക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റിനാണ്. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ആശങ്ക എന്ന് പറയുന്നത് 410ഓളം വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അതിൽ 378ഓളം വീടുകൾ ഇവിടെ ഈ സോണിലുണ്ട് എന്ന് പറഞ്ഞു. ആ 378 വീടുകൾ 178 വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് തുടങ്ങി അവസാനിപ്പിച്ച് സർക്കാർ കൈമാറിയെന്ന് പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ ഡ്രെയിനേജും സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരിപ്പോഴും ഈ ഭവനം എന്ന് കൈമാറി കിട്ടുമെന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പേരിൽ നിൽക്കുക. ഈ വനിതാ സംവരണ ബില്ല് എതിർത്തു. ഇപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ എതിർത്തു. അതുകൊണ്ടത് പരാജയപ്പെട്ടു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമല്ലേ ബി ജെ പിക്ക്? അല്ല, ബി ജെ പിയുടെ ഒരു എല്ലാ കാലത്തേക്കും ഭരണം ഉറപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്ന ബില്ല്. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? ഇത് സെൻസസിന് വേണ്ടി കാത്തിരിക്കേണ്ട, ഇതിന് മണ്ഡലം പുനർനിർണയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, ഇത് ഇപ്പോൾ തന്നെ
പ്രാബല്യത്തിൽ വരുത്തണം. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാബല്യത്തിൽ വരുത്തണം എന്നല്ലേ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് പ്രസംഗിച്ചത്. അപ്പോൾ അതിനർത്ഥം എന്താ? ഞങ്ങൾ വനിതാ സംവരണ ബില്ലിനെതിരല്ല. രണ്ട്, പിന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം വലിയ രീതിയിൽ കുറയുന്നൊരു ഘട്ടമുണ്ടാകും. അതിനെ നീതീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുതന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് 24നോടൊപ്പം ചേർന്നത്. ടൗൺഷിപ്പിലെ വിള്ളൽ വീണ നൌഫലിൻ്റെ വീട് സന്ദർശിച്ച ശേഷം അതിനെ തുടർന്നുള്ള വിവാദങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ തന്നെ മറുപടി നൽകുകയായിരുന്നു. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. കോഴിക്കോട് കുറ്റ്യാടി ജാനകിക്കാട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ജാനകിക്കാട് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപത്തായി ഇന്നലെ രാത്രി 11:30 കാട്ടുപോത്തുകൾ ഇറങ്ങിയത്. വർഷ ഗിരീഷ് ചേരും കോഴിക്കോട് നിന്ന്. വർഷ, ഇത്തരത്തിൽ വന്യമൃഗശല്യം ഉള്ള ഒരു മേഖലയാണോ? നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതി? അമൽ, പ്രവിത, ഇന്നലെ രാത്രി 11:30 ഈ ജാനകിക്കാട് ഇക്കോ ടൂറിസത്തിന് സമീപത്തായി കാട്ടികളെ കണ്ടത്. കാട്ടിക്കൂട്ടത്തെയാണ് കണ്ടത്. ഇതുവഴി പോകുകയായിരുന്ന തൊട്ടിൽപ്പാലം സ്വദേശികളാണ് ഈ ഒരു ദൃശ്യം മൊബൈലിൽ പകർത്തിയത്. ശേഷം ഇത് നാട്ടിലെല്ലാവരും പ്രചരിക്കുകയായിരുന്നു. എന്തായാലും വലിയ അപകടകരമായ ഒരു വന്യജീവി തന്നെയാണ് ഈ കാട്ടി എന്ന് പറയുന്നത്. വളരെ ഒരു അപകടം നിറഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതുവഴിയൊക്കെ ഇരുചക്ര വാഹനക്കാർ പോകുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാട്ടിക്കൂട്ടത്തെ തന്നെയാണ് കണ്ടത്. വെറും ഒരു കാട്ടി മാത്രമല്ല, കാട്ടി കുഞ്ഞിന് പാൽ കൊടുക്കുന്നതാണ് ആദ്യം അവർ കണ്ടത്. പിന്നീട് മറ്റ് കാട്ടികളെല്ലാം അവിടേക്ക് വരികയായിരുന്നു. എന്തായാലും നിലവിലൊരു അപകടകരമായ സാഹചര്യമാണ് യാത്രക്കാരെ സംബന്ധിച്ച് ആ ഇക്കോ ടൂറിസം ജാനകിക്കാട് ഇക്കോ ടൂറിസം മേഖലയിലുള്ളത്. എന്തായാലും അതിന് പരിഹാരം കാണണം. അമൽ, പ്രവിത. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുറ്റ്യാടിയിലെ ജാനകിക്കാട്ടിലാണ് ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. വേനൽ അവധിക്കാലം ആഘോഷമാക്കി പന്തളം ചേരിക്കലിലെ 6-അംഗ കുട്ടിപ്പട്ടാളം. അവധിക്കാലത്ത് വെറുതെ ഇരിക്കാതെ വീടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു കടയിട്ടു. വേനലിൽ ആവശ്യമേറുന്ന സർബത്തും നാരങ്ങാവെള്ളവുമാണ് കച്ചവടം. ഫുട്ബോളും ജേഴ്സിയും വാങ്ങണമെന്ന ആഗ്രഹത്തോടെ കുട്ടികൾ തുടങ്ങിയ സംരംഭം ഹിറ്റായതിൽ അധ്യാപകരും രക്ഷിതാക്കളും ഹാപ്പിയാണ്. അവധിക്കാലമായാൽ കൂട്ടുകാർക്കൊപ്പം കളിയും ചിരിയും ഉല്ലാസവുമാണ്. എന്നാൽ പണ്ടത്തെ പോലെ ഇതിനൊന്നും ഇപ്പോൾ ആരും മെനക്കെടാറില്ല. പുറത്തേക്കിറങ്ങാമെന്ന് വെച്ചാൽ കത്തുന്ന വെയിൽ, അതിനും കഴിയില്ല. വീട്ടിലിരിക്കാമെന്ന് കരുതിയാലോ അതിനുമാകെ മടിപ്പാണ്. അപ്പോഴാണ് പന്തളം ചേരിക്കലിലെ 6 കൂട്ടുകാർക്ക് ഒരു ഐഡിയ തോന്നിയത്. കട തുടങ്ങാം. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഫുട്ബോളും ജേഴ്സിയും വാങ്ങാം. അതായിരുന്നു ലക്ഷ്യം. പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല. വീടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് ഒന്നാന്തരം സൗകര്യമൊരുക്കി കടയിട്ടു. നാരങ്ങ വെള്ളവും സർബത്തും വേനലവധിക്കാലത്ത് സുലഭമായി വിറ്റുപോകുമെന്ന ബുദ്ധി ഈ കുട്ടി സംഘത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. അത് തെറ്റിയില്ല. കച്ചവടം തകൃതി. കച്ചവടമൊക്കെ നല്ലതായിട്ട് തോന്നും. കച്ചവടത്തിനുള്ളത് കുലുക്കിയുണ്ട്, സർബത്തുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ലേസ് ഉണ്ട്, അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ കൊയ്ത്തുത്സവം വരുമോ ഇനിയും. അപ്പം അവിടെ കൃഷിയൊക്കെ ചെയ്ത് ദാഹിച്ചൊക്കെ വരുമല്ലോ ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. വൈകിട്ട് ഇവിടെ ചായയൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇപ്പോൾ 500 രൂപയുടെ കച്ചവടമൊക്കെ ഉണ്ട്. കുട്ടികളുടെ കൂടെ നിൽക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും കട്ടയ്ക്കുണ്ട്. കുട്ടികളുടെ നാരങ്ങ വെള്ളവും സർബത്തും എല്ലാവരുടെയും മനസ്സിനെയും ശരീരത്തെയും നന്നായി തണുപ്പിച്ചു. വിദ്യാർത്ഥികൾ നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റ് ഈ വെക്കേഷൻ സമയത്ത് മറ്റ് പ്രവർത്തനങ്ങളിലേക്കൊന്നും വഴിതിരിഞ്ഞ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലമാണ്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ്. അടിപൊളിയാണ് കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നടക്കൂലായിരുന്നു. അപ്പോൾ ഈ ചൂടത്ത് ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷം. അവർ ഇത് വിജയിക്കട്ടെ. കൂടുതൽ കൂട്ടുകാർ കൂടി കട തപ്പി പിടിച്ച് ചേരിക്കലിലേക്ക് എത്തുന്നുണ്ട്. ആദിത്യൻ, ശ്രീഹരി, ദേവപ്രയാഗ്, ആദിശ്രീ, റൂത്, ശ്രീകുട്ടൻ എന്നിവരാണ് വേനലവധിക്കാലത്തെ ഈ ഉദ്യമത്തിന് പിന്നിൽ. അനിയന്മാർക്ക് കരുത്തു പകരാൻ ചേട്ടന്മാരും കൂടെയുണ്ട്. അവധിക്കാലത്ത് അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതിലുപരി ആളുകളോട് സഹകരണവും അതുപോലെ തന്നെ
മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലൊക്കെ അവർ ചെയ്യാനങ്ങനെ മുന്നോട്ട് വന്നപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പിന്തുണ അവർക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും സമീപ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും അവർക്ക് കൂടെ നിന്നു എന്നുള്ളതാണ്. പന്തളത്തെ വിവിധ സ്കൂളുകളിലാണ് ഇവർ പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം മാത്രം, അവധിക്കാലം ആഘോഷമാക്കണം. ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ പന്തളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രജീകണ്ണനായിരുന്നു കട ഉദ്ഘാടനം ചെയ്തത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം. ആത്മഹത്യ ചെയ്ത കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിനെ ആശുപത്രിയിലെത്തിക്കുമ്പോൾ നേരിയ തോതിൽ ഹൃദയമിടിപ്പുണ്ടായിരുന്നതായി ഡോക്ടേഴ്സ് പോലീസിന് മൊഴി നൽകി. നട്ടലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതമാണ് മരണകാരണം. സംഭവത്തിൽ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സംഘം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്? പ്രവിധ, അമൽ, ഈ കുടുംബം, നിതിൻ രാജിന്റെ കുടുംബം ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡോക്ടർമാരോട് പോലീസ് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അതായത് ഈ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിക്കുമ്പോഴും വീണ് കിടക്കുമ്പോൾ നേരിയ തോതിൽ ഇതിന് ഹൃദയമിടിപ്പുണ്ടായിരുന്നതായിട്ടാണ് ഡോക്ടർമാർ പോലീസിനെ മൊഴി നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 1:30 ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. അതിനുശേഷം കാഷ്വാലിറ്റിയിൽ വെച്ചാണ് ഇതിന് മരണം സംഭവിക്കുന്നത്. നട്ടലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ഈ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. കല്ല് പാകിയ സ്ഥലത്താണ് വീണ നിരീക്ഷണം. ഇത് കാരണം ദേഹമാസകലം പരിക്കേറ്റിരുന്നു. ജീവനക്കാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. നട്ടലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതം രക്തം കട്ടപിടിക്കാൻ കാരണമായതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലയ്ക്ക് മുകളിൽ ഇരുവശത്തും ദ്വാരമുണ്ടാക്കി കട്ടപിടിച്ച രക്തം പുറത്തു കളയാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പൾസ് കുറഞ്ഞതോടെ അത് പരാജയപ്പെടുകയായിരുന്നു. എക്സ്റേ എടുക്കാൻ പോലും നടന്നില്ല, പറ്റിയില്ല എന്നാണ് പറയുന്നത്. തുടയിലും പൊട്ടിയിരുന്നതായിട്ട് ഡോക്ടർമാർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ഈ പോലീസിന്റെ അന്വേഷണം മറ്റൊരു വശത്തു കൂടിയും തുടരുകയാണ്. ലോൺ ആപ്പ് കേന്ദ്രീകരിച്ച് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ലോൺ ആപ്പ് നടത്തുകയായ 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. അവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. അവർ ഈ അധ്യാപികയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരിൽ ശരി അജീഷ്, ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഇടപെടുകയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്ത കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നേരിയ തോതിൽ ഹൃദയമിടിപ്പുണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഭവം നിതിന്റെ ആത്മഹത്യയുമായി അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സംശയത്തിനൊക്കെ ഉടൻ തന്നെ ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം. വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ രഹസ്യമൊഴി നൽകാൻ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി. മധ്യപ്രദേശ് പോലീസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പെൺകുട്ടി. എന്നാൽ ഇതിനു മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകാനാണ് നീക്കം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ തിരികെ പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ രഹസ്യമൊഴി ഇപ്പോൾ പെൺകുട്ടി നൽകാൻ ഇരിക്കുന്നു എന്ന് അറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഈ മൊഴി നൽകുക? പ്രവിധ, മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ 2 ദിവസം കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അവർ തിരികെ പോയി എന്ന് ഈ പെൺകുട്ടിക്കൊപ്പമുള്ള ആളുകളെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതവർ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ഈ പെൺകുട്ടിയുടെയും ഈ ഫർമാന്റെയും മൊഴി രേഖപ്പെടുത്തണമെന്ന നിലപാടിൽ ഉറച്ചാണ് മധ്യപ്രദേശ് പോലീസ് എത്തിയത്. പക്ഷേ അവർക്ക് ഇവരെ കണ്ടെത്താനായില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പാണോ ഈ മടങ്ങിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് അവർക്കൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നമുക്ക് പോലീസിൽ നിന്ന്, കൊച്ചി പോലീസിനും അത്തരത്തിലൊരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ പോലും ഇവർ വിളിച്ചറിയിച്ചത് മടങ്ങിപ്പോയി എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രഹസ്യമൊഴി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യമായി വേണ്ടത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പെൺകുട്ടി തനിക്ക് 18 വയസ്സായി എന്നും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ചില പരാതികൾ പോലീസിൽ നൽകിയിട്ടുണ്ട്. ആ പരാതിയിന്മേൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസാണ് സാധാരണഗതിയിൽ രഹസ്യമൊഴിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കേസ് എടുക്കുകയും പിന്നീട് രഹസ്യമൊഴിയിലേക്ക് പോകുമോ എന്നുള്ളതുമാണ് ഏറെ ശ്രദ്ധേയം. പെൺകുട്ടി പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് കോടതിക്ക് മുമ്പാകെ ഇരിക്കുന്നൊരു കേസ് കൂടിയാണ്. ഈ ഫർമാന്റെ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് മെയ് 20 വരെ പോലീസ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മധ്യപ്രദേശ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിപ്പോകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതും എന്നാണ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ കേരള പോലീസ് എടുക്കുന്ന നിലപാടായിരിക്കും ഇതിലേറെ നിർണായകം. പെൺകുട്ടിയുടെ പരാതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചാൽ മാത്രമാണ് ഈ കേസിൽ തുടർചലനങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പ്രവിധ.
മറ്റൊരു വാർത്തയിലേക്ക്. കനത്ത ചൂടിനൊപ്പം ജലക്ഷാമത്തിന്റെ സൂചന നൽകി പുഴകളും വരണ്ടു തുടങ്ങി. കുടിവെള്ളം കിട്ടാക്കനിയാകുമോ എന്ന ആശങ്കയിലാണ് പുഴയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ. പല പ്രദേശങ്ങളിലും കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ പുത്തിക പുഴയാണിത്. സാധാരണ മെയ് മാസം ആദ്യം വരെയെങ്കിലും പുഴയുടെ മേൽത്തട്ടിൽ ജലാംശം കാണാറുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും പുത്തിക പുഴയുടെ അവസ്ഥ ഇതാണ്. വെള്ളത്തിൻ്റെ നനവ് പോലും എങ്ങും കാണാനില്ല. പുഴയിൽ റിങ്ങിട്ട് താഴ്ത്തിയ സ്ഥലങ്ങളിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യേണ്ട അവസ്ഥയിലാണ് കർഷകർ. കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ട് ചൂട് ജാസ്തിയാണ്, കൂടുതലാണ്. ഇനിയിപ്പോൾ വെള്ളം കിട്ടാതെ സ്ഥിതിക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചൂട് കൂടിയാൽ എങ്ങനെ ബുദ്ധിമുട്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ പുഴയുടെ മാർത്തട്ടിൽ കിണർ കുത്തി റിങ്ങുകൾ താഴ്ത്തിയാണ് പുഴയോര മേഖലകളിലെ ജലക്ഷാമത്തിന് പ്രദേശവാസികൾ ഒരു പരിധിവരെ പരിഹാരം കാണുന്നത്. ജലാംശം പൂർണ്ണമായും താഴോട്ട് പോയാൽ ഒരുപക്ഷെ ആഴം കൂട്ടി പുതിയ റിങ്ങുകൾ ഇറക്കേണ്ടിയും വരും. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ പോലും കടുത്ത ജലക്ഷാമം നേരിടുന്നുണ്ട്. വേനൽ കടുക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന കുടിവെള്ളം എത്തിക്കേണ്ടിയും വരും. 24 കാസർഗോഡ്. പുഴകളൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ്. ഇനി മഴക്കാലം എത്തണം ഈ പുഴകളൊക്കെ നിറഞ്ഞൊഴുകാൻ എന്നുള്ളതാണ്. ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ മുഴിക്കലിൽ 16-കാരി നസ്രിയ കൊല്ലപ്പെട്ട കേസിൽ ദുരൂഹത ഏറുകയാണ്. കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത ഫോൺ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കൊലപാതകത്തിന് ശേഷം നസ്രിനിയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ സുഹൃത്തിന് വാട്സാപ്പ് സന്ദേശം അയച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വർഷ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമൽ, മൂഴിക്കൽ കൊലപാതകം സംബന്ധിച്ച് ഓരോ ദിവസവും ഈ ദുരൂഹത ഏറുകയാണ്. പല രീതിയിലാണ് കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ്. അതായത് മരിച്ച നസ്രീനയുടെ ഫോൺ കിണറ്റിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഇതിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ അദ്നാൻ മരിച്ചു എന്ന് പറഞ്ഞാണ് നസ്രിയുടെ ഫോണിൽ നിന്നും അദ്നാൻ തന്നെ സുഹൃത്തിന് മെസ്സേജ് അയച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് 1:45 അദ്നാൻ മരിച്ചുവെന്നും ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ലഭിക്കില്ല എന്നുമുള്ള ഈ സന്ദേശമാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവ് നശിപ്പിച്ചു എന്നുള്ള പോലീസിന്റെ സംശയം തന്നെയാണ്. കാരണം ഈ നസ്രീനയും അദ്നാനും മരിച്ച ശേഷം തെളിവ് നശിപ്പിക്കാൻ ആരോ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഇത് സംബന്ധിച്ചാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളുടെ എല്ലാം മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പല രീതിയിലുള്ള വഴിത്തിരിവാണ് കേസിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ബന്ധുക്കളായിട്ടുള്ള നസ്രീനെയാണ് അദ്നാൻ കൊലപ്പെടുത്തിയത്. ശേഷം വീട്ടിലുണ്ടായിരുന്ന അദ്നാൻ രക്ഷപ്പെടാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ ഈ അദ്നാൻ ജീവൻ ഒടുക്കുകയായിരുന്നു. ഇതിലെല്ലാം ദുരൂഹത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി IPL വാർത്തകളിലേക്ക്. IPL നിന്നും 2 മത്സരങ്ങൾ. 3:30 കൊൽക്കത്ത രാജസ്ഥാനെയും രാത്രി 7:30 പഞ്ചാബ് ലക്നൌവിനെയും നേരിടും. തോൽവിയുടെ പടുകുഴിയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തല്ലിത്തകർക്കാൻ തുനിഞ്ഞിറങ്ങുന്ന രാജസ്ഥാൻ റോയൽസ്. ഈഡൻ ഗാർഡൻസിൽ ഇന്ന് ഇടിവെട്ട് പോരാട്ടം. ടീം അടിമുടി അഴിച്ചുപണിതിട്ടും അടപടലം പൊളിഞ്ഞിരിക്കുകയാണ് KKR. 6-ൽ 5 കളിയിലും തോറ്റ പോയിന്റ് പട്ടികയുടെ അടിവാരത്ത്. പരിക്കുവലച്ച പേസ് ഡിപ്പാർട്ട്മെന്റിനൊപ്പം ബാറ്റർമാരുടെ മോശം ഫോം കൂടിയായപ്പോൾ സീസണിൽ ഇതുവരെ ഒറ്റ ജയം പോലുമില്ലാത്ത ടീമെന്ന നാണക്കേടിലാണ് അജിൻക്യ രഹാനെയും സംഘവും. പൊന്നും വില കൊടുത്തു വാങ്ങിയ കാമറൂൺ ഗ്രീൻ ഫോം വീണ്ടെടുത്തത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം. 4 തുടർജയങ്ങൾക്ക് ശേഷം സൺറൈസേഴ്സിനെതിരെ അപ്രതീക്ഷിത തോൽവി വഴങ്ങുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. വൈഭവ് സൂര്യവംശി പതിവ് തട്ടുപൊളിപ്പൻ ബാറ്റിംഗിലേക്ക് തിരിച്ചെത്തിയാൽ
ഈഡനിൽ KKR ബൗളേഴ്സിന്റെ വധമായിരിക്കും. സീസണിലെ അപരാജിത കുതിപ്പ് തുടരാനിറങ്ങുന്ന പഞ്ചാബ് കിങ്സ് രാത്രി 7:30 ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ബാറ്റ് കൊണ്ടും ഫീൽഡിൽ പറന്നു നിന്നും അതിനപ്പുറം തകർപ്പൻ തന്ത്രങ്ങളുമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രേയസ് അയ്യരാണ് പഞ്ചാബിന്റെ കരുത്ത്. അതേസമയം ഹാട്രിക് തോൽവി ഒഴിവാക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ലക്ഷ്യം. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് അടക്കമുള്ള ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താനായാൽ പഞ്ചാബിനെ പഞ്ചറാക്കാം ലക്നൌവിന്. സ്പോർട്സ് ഡെസ്ക് 24. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ സൂപ്പർ പോരാട്ടം. രാത്രി 9-ന് സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കിരീട ജേതാക്കളെ നിർണ്ണയിക്കുന്നതിൽ അതിനിർണായകമാണ് ഈ മത്സരം. 32 മത്സരങ്ങളിൽ 70 പോയിന്റോടെ ആഴ്സണൽ ഒന്നാമതും 1 മത്സരം കുറവ് കളിച്ച സിറ്റി 64 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുമാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പാലക്കാട് ഷോറൂമിൽ പ്രീമിയർ ബ്രാൻഡഡ് വാച്ചുകളുടെ എക്സിബിഷന് തുടക്കം. ലോകോത്തര ബ്രാൻഡഡ് വാച്ചുകൾ 50% വരെ ഓഫറിൽ ലഭ്യമാകും. ക്ലാസിക് വാച്ചുകളും സ്പോർട്സ് വാച്ചുകളും പ്രദർശനത്തിന്റെ ഭാഗമാണ്. എല്ലാ വാച്ചുകൾക്കും ഫ്രീ ബാറ്ററി റീപ്ലേസ്മെന്റ്, ഫ്രീ പോളിഷിംഗ് എന്നിവ ലഭ്യമാണ്. എക്സിബിഷൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു. മെയ് 3 വരെയാണ് എക്സിബിഷൻ നടക്കുക. പാലക്കാട് മലബാർ ഗോൾഡിൽ നടക്കുന്ന ഒരു എക്സിബിഷനാണ്. വാച്ചസിൻ്റെ പ്രീമിയം ബ്രാൻഡഡ് വാച്ചസുകളുടെ ഒരു വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഇതുവരെ പാലക്കാട് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടന്നതായിട്ട് നിങ്ങൾക്ക് അറിവില്ല. കാരണം മലബാർ ഗോൾഡിനെ സംബന്ധിച്ച് 23 വർഷമായിട്ടും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബ്രാൻഡഡ് വാച്ചിൻ്റെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. 17ഓളം പ്രീമിയം ബ്രാൻഡഡ് വാച്ചുകളാണ് ഇവിടെ നമ്മൾ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് ജനങ്ങൾക്ക്, നമ്മുടെ ഉപഭോക്താക്കൾക്ക് വന്ന് കാണുവാനും അത് അനുഭവിക്കാനും ഉള്ള ഒരു അവസരമാണ് നമ്മുടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.